Hello guys, welcome back to my YouTube channel. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് ഇടുന്നുണ്ട്, ഇൻവിസിബിൾ ചെയിൻ്റെ. അപ്പോൾ ഞാനതൊരു വീഡിയോസ് ഇട്ട അന്ന് തൊട്ട് എനിക്ക് ഇപ്പം വരെ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ അണ്ടറിൽ പോലും എനിക്ക് വരുന്നൊരു കമൻറ്റാണ്, റോ മെറ്റീരിയൽസ് ഞാൻ എവിടെ നിന്നാണ് എടുക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാമോ, അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് പല പല മെസ്സേജസുകൾ വരുന്നുണ്ട്. ലൈക്ക് എവിടെ നിന്നാണ് ഞാൻ അതിൻ്റെ സാധനങ്ങൾ ഞാൻ എടുക്കുന്നത്, ഓൺലൈനാണോ അല്ലെങ്കിൽ അല്ലാതെ ലോക്കൽ ഷോപ്പിൽ നിന്നാണോ, എവിടെ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഞാൻ വിചാരിച്ചു ലൈക്ക് എല്ലാവർക്കും ഞാൻ ഒട്ടുമിക്ക മെസ്സേജസിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം ചിലതൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ അതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. കാരണം ഒട്ടുമിക്ക പേരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ കരുതി അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഗോൾഡ് ടൈപ്പും സിൽവർ ടൈപ്പും പല ചാംസിൻ്റെ പല മോഡലിലുള്ള പല വെറൈറ്റീസിലുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം ഈ ചാംസ് ഒക്കെ കാണുമ്പം സ്വാഭാവികമായിട്ടും ആരായാലും ചോദിക്കും. ഇപ്പം ഞാനാണെങ്കിലും പല വീഡിയോസും കാണുമ്പം എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഇത് എവിടെ നിന്നായിരിക്കും ഇവർ വാങ്ങുന്നത്, അയ്യോ അല്ലെങ്കിൽ ഇവരിത് നമ്മൾ ആരായാലും ആഗ്രഹിക്കുന്നത് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ കിട്ടുന്നത്. ഇപ്പം നമ്മൾ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലോവസ്റ്റ് പ്രൈസിൽ അത് എവിടെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ തിരക്കുന്നത്. സോ ഞാനും ഇത് ഭയങ്കരമായിട്ട് ഇതേപോലെ പല പല വീഡിയോസിൽ സെർച്ച് ചെയ്തൊക്കെ ഞാനും നോക്കിയിട്ടുണ്ടായിരുന്നു. പല പല പേജസ് പല പല സൈറ്റുകളിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു, പലരെയും കോണ്ടാക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് എനിക്കിത് കിട്ടിയതും. സോ ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, ഞാൻ റോ മെറ്റീരിയൽസ് എവിടെ നിന്നൊക്കെയാണ് എടുക്കുന്നതെന്നുള്ള എൻ്റെ ഒട്ടുമിക്ക ജ്വല്ലറി മേക്കിംഗ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഞാൻ അതൊന്നും കൂടെ ഒന്ന് പറയാണ്, കാരണം ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല. സോ ഞാൻ അതുകൊണ്ട് ഇനി ഫ്യൂച്ചറിലായാലും ആർക്കെങ്കിലും ഇതൊരു റെഫറൻസ് ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. സോ ഞാൻ എൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ്. ഞാൻ റോ മെറ്റീരിയൽസ് എടുക്കുന്നത് ഒരു കടയിൽ നിന്ന് മാത്രമല്ല, പല കടകളിൽ നിന്നും പല പേജസ്, ഞാൻ ഓൺലൈൻ വഴി പല പേജസിൽ നിന്നുമാണ് ഞാൻ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് തൊട്ടേ ഞാൻ റോ മെറ്റീരിയൽസ് എടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും, ഹൈസ്കൂൾ ജംഗ്ഷനകത്തോട്ടുള്ള ശക്തി ആൻഡ് ഫാൻസി ത്രെഡ്സ് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് എടുത്തിരുന്നത്, മെറ്റീരിയൽസ് എടുത്തിരുന്നത്. അതിനുശേഷം ഞാൻ നമ്മുടെ കൊല്ലം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കൊയിലോൺ എന്ന് പറയുന്ന നമ്മുടെ ഇരുമ്പ് പാലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് കൊയിലോൺ എന്ന് പറയുന്ന ഇതേപോലെ ഫാൻസി സ്റ്റോറാണ്. സോ അവിടുന്ന് രണ്ടിടത്തുനിന്നുമാണ് ഞാൻ ലോക്കൽ സ്റ്റോറിൽ നിന്നായിട്ട് എടുക്കുന്നതെന്ന് പറയുന്നത്, അവിടുന്ന് രണ്ടിടത്തുനിന്നുമാണ്. പിന്നെ ഞാൻ ഇതേപോലെ പല ഇൻസ്റ്റാഗ്രാം പേജസും ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ ആദ്യമേ ഞാൻ പർച്ചേസ് ചെയ്തത് മോത്തി അടൂർ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ഇൻസ്റ്റാഗ്രാം പേജസ് നിങ്ങൾ കാണുന്നതായിരിക്കും. അത്യാവശ്യം അവർക്ക് നല്ല കളക്ഷൻ എല്ലാം ഉണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി എനിക്ക് അവിടെ കുറച്ച് പ്രൈസ് കൂടുതലായിട്ട് തോന്നി. ബട്ട് അവിടുത്തെ നല്ല പ്രൊഡക്റ്റ് ഒക്കെയാണ്, നല്ല മെറ്റീരിയൽസ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ലതാണ്. ബട്ട് എനിക്ക് പ്രൈസ് ഒരു പൊടിക്ക് ഹൈ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിന് ശേഷമാണ് ഞാനിങ്ങനെ പല വീഡിയോസും കണ്ട് ഞാനിങ്ങനെ എൻ്റെ കണ്ണിലിങ്ങനെ ഈ ഒരു ഞാനിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാനിപ്പം മെറ്റീരിയൽസ് എടുക്കുന്ന അവരുടെ ഒരു ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത് അങ്ങനെയാണ്. സോ ഞാൻ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്തത്. കോൺടാക്ട് ചെയ്തതിന് ശേഷം എനിക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഷെയർ ചെയ്ത് തന്നതിന് ശേഷം ഞാൻ അതിനകത്ത് കയറിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന കളക്ഷൻ അവരുടെ കയ്യിലുള്ള എൻ്റെ ഫോട്ടോസ് എനിക്ക് അവർ അയച്ചു തരും. ഫാസ്റ്റ് ഡെലിവറിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് തന്നെയാണ് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൈസ് കമ്പാരിറ്റീവ്ലി ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള ഓൺലൈൻ സ്റ്റോറുകളിൽ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടുള്ള ഓൺലൈൻ സ്റ്റോറുകളിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു പേജിൽ നിന്നാണ്. സോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊരു ഹെൽപ്ഫുൾ ആവട്ടെ,
അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഈ വീഡിയോ കാണില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരെ എന്തായാലും ഈ ഒരു വീഡിയോ കാണാൻ ചാൻസ് ഉള്ളു. സോ ഞാൻ ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ചെയ്ത് അത് കണ്ട് എത്ര പേര് ചെയ്യും, അല്ലെങ്കിൽ അത് കണ്ട് എല്ലാവരും ചെയ്യും എന്നൊന്നും എനിക്ക് വലിയ ഹോപ്പില്ല. ബട്ട് എങ്കിൽ പോലും കുറച്ച് പേർക്കെങ്കിലും, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയ കുറച്ച് പേർ, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ കാണാൻ ഇടയായി കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൈസ് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു പേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളെപ്പോലൊരു സാധാരണക്കാരാണ്, അപ്പം ഞാനും ആ ഒരു സൈഡിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് പറയാം. അവരുടെ പേര്, ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറയുന്നത് വെറൈറ്റി ബീഡ്സ് എന്നാണ്, Variety_Beads21. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഫേസ്ബുക്കിലും പേജ് ഉണ്ട്, അനിത നായർ എന്നാണ്. കളക്ഷൻസ് എല്ലാം കൂടുതലും അപ്ഡേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിനെക്കാട്ടിലും ഫേസ്ബുക്കിലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും കോൺടാക്ട് ചെയ്യാൻ ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും അവരുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. സോ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം എൻ്റെ വീഡിയോസ് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടായിരിക്കുമല്ലോ അവർ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചതും അല്ല അങ്ങനെ ഒരു കമന്റ് ഇട്ടതും. സോ അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനും എനിക്ക് വളരെയധികം സന്തോഷമുള്ളൂ. കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇഷ്ടപ്പെട്ട് വരുന്നവർ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പം താല്പര്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്തോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ടൈപ്സ്, എനിക്ക് തോന്നുന്നു ചാംസിന്റെ ഓൾമോസ്റ്റ് എല്ലാ കളക്ഷനും അവരുടെ കയ്യിലുണ്ട്. സോ നിങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഫാസ്റ്റ് ഡെലിവറി ആണ് കേട്ടോ. കാരണം ബാക്കിയൊക്കെ ഉള്ളതിൽ വെച്ച് ഇതുവരെ ഞാൻ ഓൺലൈനായിട്ട് മെറ്റീരിയൽസ് എടുത്തതിൽ വെച്ചിട്ട് എനിക്ക് ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്ത് അവരുടെ ആയിരുന്നു. പെട്ടെന്ന് നമ്മൾ ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ അവർ അന്ന് തന്നെ അവർ പാക്ക് ചെയ്ത് അയക്കാറുണ്ട്. ഇപ്പം ഈ ഒരു ഫ്രൈഡേ ദിവസമൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ മൺഡേ ട്യൂസ്ഡേയിലേക്ക് മാറിപ്പോകുന്നത്. കാരണം സാറ്റർഡേ അവധിയായിരിക്കും. സോ അങ്ങനെ സൺഡേ അവധിയാണ്. സോ അങ്ങനെ വരുമ്പോഴാണ് കുറച്ചൊന്ന് നീണ്ടു പോകുന്നത്. അല്ലാതെ നമ്മൾ അയക്കുകയാണെങ്കിൽ മാക്സിമം ആണ് ഞാൻ പറയുന്നത്. എനിക്ക് 2 ദിവസം കൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇട്ട്. ഇപ്പം സപ്പോസ് നിങ്ങളിപ്പം ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ഒരു മെറ്റീരിയൽ കയ്യിൽ കാണില്ല. അപ്പം നിങ്ങൾ ഓൾറെഡി എന്തായിരിക്കും നിങ്ങളുടെ ക്ലയന്റിനോട് പറഞ്ഞ് കാണും ഇത്ര ദിവസത്തിനുള്ളിൽ തരാമെന്ന്. സോ നിങ്ങൾക്ക് അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് ഇത് ഷോർട്ട് ടൈമിൽ തന്നെ പെട്ടെന്ന് തന്നെ കിട്ടും. സോ അപ്പം നിങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതാണ് നിങ്ങൾ പലരും, ഞാൻ എല്ലാവരൊന്നും പറയുന്നില്ല, പലരും ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ ഇതാണ്. അപ്പം ഇതാണ്, ഇവിടെ നിന്നൊക്കെയാണ് ഞാൻ എൻ്റെ റോ മെറ്റീരിയൽസ് എടുക്കുന്നത്. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഫുള്ളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.